പ്രിയമുള്ളവരെ നമസ്കാരമുണ്ട്. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്, നിലമ്പൂര്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇലക്ഷൻ ഇന്നത്തോടു കൂടിയിട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ലോകസഭ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നമ്മളെല്ലാവരും കണ്ടു. വീണ്ടും NDA അധികാരത്തിൽ ഏറുകയാണ്. തൃശ്ശൂർ പറഞ്ഞ് ശ്രീമാൻ സുരേഷ് ഗോപി അങ്ങോട്ട് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വയനാട് ലോകസഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന എനിക്ക് ഞാനൊരു 100 വോട്ടാണ് ആകെ പ്രതീക്ഷിച്ചത്. ആ 100 വോട്ടിനുള്ള പണി പോലും ഞാൻ എടുത്തിട്ടുമില്ല. എന്നിട്ടും നല്ലവരായ ഒരു പറ്റം വോട്ടർമാർ എനിക്ക് 525 വോട്ട് തന്ന് എന്നെ സഹായിച്ചു. അതും പറയാതെ തന്നെ. കാരണം നിലമ്പൂർ സ്നേഹാലയം എന്ന ചാരിറ്റി പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കിയ വോട്ടർമാരാണ് ഇവരൊക്കെ തന്നെ. അല്ലാതെ ഞാൻ ഒന്നും തന്നെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ, എൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ലേനും. എന്നിട്ടും ഒരുപാട് സ്നേഹനിധികളായ സുമനസ്സുകൾ എൻ്റെ കുടമടയാളത്തിൽ എനിക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ച വിവരം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എന്തു തന്നെയായാലും നമ്മളുടെ ഭാരതം എന്ന ഈ ഒരു മഹാരാഷ്ട്രം, ഇത് വീണ്ടും നരേന്ദ്രമോദിയുടെ കൈകളിൽ ഭദ്രമായി തന്നെ നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൈകളിൽ തന്നെയാണ് ഇത് നിൽക്കേണ്ടതും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ഇസ്ലാം രാഷ്ട്രമായി മാറും. അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥ കണ്ടില്ലേ? കാരണം അവർ വലിയ കുട്ടികളായാൽ ആർക്കും തന്നെ സ്കൂൾ വിദ്യാഭ്യാസം പോലും നിഷേധിക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ചൂട്ടുകത്തിക്കുകയാണ് ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന മുന്നണിയിലെ പല ആളുകളും. അതിൽ ഏറെ ആളുകളും ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുക്കളാണ് എന്നും ഹിന്ദുക്കൾക്ക് ശത്രുവും. പണ്ട് കാലങ്ങളിലായിരുന്നു മുസൽമാനും ക്രിസ്ത്യാനികളും ശത്രുക്കളായി ഇരുന്നത്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദുവിൻ്റെ ശത്രു ഹിന്ദു തന്നെയാണ്. അതിൽ ഒരു പറ്റം ഹിന്ദുക്കൾക്ക് ഇന്ന് നേരം വെളിച്ചായി എന്നാണ് നമ്മൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരുന്നത്. എത്ര കണ്ട് ആളുകൾ, ഒരുപാട് അധർമ്മികളും കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകികളും കൂട്ടിക്കൊടുപ്പുകാരും തീവ്രവാദികളും അടങ്ങുന്ന ആ ഒരു ഇന്ത്യ മഹാസഖ്യത്തിലെ ആളുകൾ അത്ര പേര് വിചാരിച്ചിട്ട് പോലും ഈ NDA സർക്കാരിനെ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഒന്ന് മറിച്ചിടാൻ സാധിക്കാത്തതിൽ അവർക്ക് ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. പലയിടങ്ങളിലും നഷ്ടപ്പെട്ടു പോയി. പലയിടങ്ങളിലും നമ്മൾക്കറിയാം, സ്മൃതി ഇറാനി ആവട്ടെ, അതുപോലെ തന്നെ UP ആവട്ടെ, ഇവിടെയൊക്കെ തന്നെ ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചാലും ഇവരെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ശക്തരായി തന്നെ ഇന്നും ഭാരതീയ ജനതാ പാർട്ടി നിലനിൽക്കുന്നുണ്ട്. ഞാനൊരു ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുഭാവിയോ അല്ലെങ്കിൽ പ്രവർത്തകനോ ഒന്നുമല്ല. ഞാനൊരു സ്വതന്ത്ര ചിന്താധികാരനാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം അത് നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും അവരത് ചിന്തിക്കണം. അല്ലാണ്ട് എൻ്റെ നേതാവ് എന്ത് തെമ്മാടിത്തരം ചെയ്താലും ഞാൻ അവന് വേണ്ടിയിട്ട് ജയിച്ച് വിളിക്കുക എന്നുള്ള ആ ഒരു പഴയ കാലത്തെ സിദ്ധാന്തം വെച്ച് കൊണ്ടു നടക്കരുത് ആരും. പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തിലെ ആളുകൾ ഇന്ന് ധാരാളം ആളുകൾക്ക് ഭക്തിയും ബഹുമാനവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ നമ്മൾ കണ്ട UDF തരംഗം കേരളത്തിലെ. കാരണം കമ്മ്യൂണിസം എന്തു തന്നെയായാലും അത് നശിച്ചു പോകണം. കാരണം കമ്മ്യൂണിസമാണ് ഹിന്ദുവിൻ്റെ എക്കാലത്തെയും ശത്രു. പഴയകാലത്ത് ഞാൻ പറഞ്ഞുവല്ലോ, മുസ്ലിം ക്രിസ്ത്യാനിയായിരുന്നു ശത്രുവെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഇന്നും തന്നെ ഭക്തിയും ബഹുമാനവും വിനയും ഭക്തി ഒന്നുമില്ലാതെ വെറും ഒരു സാധാരണ മദ്യപാനികളായി മാത്രം മാറുന്നതിന് കാരണം ഈ കമ്മ്യൂണിസം തന്നെയാണ്. കാരണം UDF ഭരണകാലത്ത് ബാറുകളെല്ലാം നിർത്തലാക്കി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. എന്നാൽ ഈ പിണറായി വിജയൻ വന്നതിന് ശേഷം നമ്മൾക്ക് അറിയാം എത്ര ബാറുകളാണ് വീണ്ടും തുറന്നിരിക്കുന്നത്. തൃശ്ശൂർ പോലുള്ളൊരു ദേവനഗരി ഒരു ഭക്തിയുമില്ലാത്ത മുഴുക്കുടിയന്മാരായ ഒരു പറ്റം സാമൂഹ്യദ്രോഹികളുടെ കയ്യിലല്ല പെടേണ്ടത്. അവിടെ ഭക്തിയും ബഹുമാനവും ക്ഷേത്രത്തോടും ആരാധനയോടും അതുപോലെ തന്നെ ദൈവികമായ ആ ഒരു ശക്തിയൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകളായ ഭക്തന്മാർക്കുള്ളതാണ് ക്ഷേത്ര നഗരി.
അത് തീർച്ചയായിട്ടും അത് തൃശ്ശൂരാണ് നമ്മൾക്ക് സുരേഷ് ഗോപിക്ക് വേണ്ടി ഇപ്പോൾ കിട്ടിയത്. എന്തായാലും തിരുവനന്തപുരം ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ അവിടെയും നമ്മൾക്ക് ഈ പ്രാവശ്യം പരാജയം സംഭവിച്ചു. പക്ഷെ അടുത്ത പ്രാവശ്യം അതെടുക്കാം, കാത്തിരിക്കൂ. അതുപോലെ തന്നെ നമ്മൾ ഓരോ ആളുകളും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഹിന്ദു മത ബോധം ഉണ്ടാവാവുന്ന രീതിയിൽ വേണം ഓരോ ഹിന്ദുവിൻ്റെയും ഇനിയുള്ള ദിവസങ്ങൾ. കാരണം മതപഠനമില്ലാത്ത ഹിന്ദു കുട്ടികളെ അവരെ മതപഠനത്തിലേക്ക് അയക്കുക. കാരണം നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും മതം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് മതം? മതം എന്ന് പറയുന്നത് ഒരു സംസ്കാരമല്ല ഹിന്ദുവിൻ്റെ. പലരും സംസ്കാരമാണെന്ന് പറഞ്ഞ് അതിനെ അടിച്ചമർത്തിയിട്ട് അതിന് മതമല്ല, അത് വിശാലമായ എന്തോ ഒരു മറ്റൊന്നാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വേണ്ട. എല്ലാ മതത്തിനും പോലെ തന്നെ, എല്ലാ മതം പോലെ തന്നെ ഇതും ഒരു മതമാണ്. അല്ലാണ്ട് ഹിന്ദു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, മണ്ണാങ്കട്ടയാണ് എന്നും പറയാതെ ഹിന്ദു മതം പഠിക്കുക, കുട്ടികൾ അറിവ് നേടുക. പ്രാഥമികമായ ഈ മത വിദ്യാഭ്യാസം നേടുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഹിന്ദുവിന് ഹിന്ദുത്വം ഉണ്ടാവുള്ളൂ. ഹിന്ദുത്വം എന്ന് പറയുന്നത് അതൊരു വർഗീയ വാക്കല്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും നമ്മുടെ ഈ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിൽ, എല്ലാ ക്ഷേത്രത്തിലെ ആളുകളും, ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാ ക്ഷേത്രങ്ങളിലും മതപഠന ക്ലാസ് ആരംഭിക്കണം. അതും ശനിയാഴ്ച ദിവസങ്ങളിൽ. കാരണം ശനി എന്ന് പറയുന്നത് ആ ദിവസം ഹിന്ദുവിൻ്റെ ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ഈ മുസ്ലിം സഹോദരന്മാരുടെ ദിവസം. അതുപോലെ ക്രിസ്ത്യാനികളുടെ ദിവസമാണ് സത്യത്തിൽ ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെയോ രാത്രിയോ അവിടെ നല്ല നല്ല പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ള നല്ല ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പഠിപ്പിച്ച് കുട്ടികളെയൊക്കെ നല്ല ബോധവൽക്കരണം നടത്തി ഓരോരോ പുരാണ കഥാപാത്രങ്ങൾ എന്താണ്, ഓരോ ദേവീദേവന്മാർ എന്താണ്, ഏതാണ് ഭക്തി, എന്തിനാണ് ചന്ദനക്കുറി തൊടുന്നത്, ഇതെല്ലാം പഠിപ്പിക്കണം. അവിടെ വർഗീയതയല്ല. അപ്പോൾ ഹിന്ദു ഒരു ചന്ദനക്കുറി തൊട്ടാൽ വർഗീയതയായി. മറ്റൊരു എന്ത് ചെയ്താലും ഇതര മതസ്ഥർ എന്ത് തൊപ്പിയിട്ടു, അവിടെ പോയി ആട്ടുംതാടി പോലെ വെച്ചു, എന്ത് വെച്ചാലും അത് മതേതരത്വമായി. അങ്ങനെ കാഴ്ചപ്പാട് പാടില്ല. എല്ലാ മതത്തിനെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അതുപോലെ ആരാധിക്കാനും നമ്മൾക്ക് സാധിക്കണം. അതാണ് ഹിന്ദു ധർമ്മം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും എനിക്ക് നിങ്ങൾ നേടിത്തന്ന 550ഓളം വോട്ട് നേടിത്തന്ന എല്ലാ വോട്ടർമാർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. താങ്ക് യു.